പാലക്കാട് മണ്ഡലം സവിശേഷമായൊരു രാഷ്ട്രീയ പ്രതിസന്ധി നേരിടുന്ന മണ്ഡലമാണ്. റിയൽ രാഷ്ട്രീയമാണ് റിയൽ രാഷ്ട്രീയത്തെക്കാൾ പ്രധാനപ്പെട്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരു തലമുറ വളർന്നു വന്നിട്ട് കോൺഗ്രസിൽ നിന്ന് തന്നെ വലിയ വിമർശനം ഉണ്ടാകുന്നുണ്ട്. രാഹുൽ അവിടെ സ്വതന്ത്രനായി എത്തും എന്ന് കോൺഗ്രസ് ഭയപ്പെടുന്നുണ്ടോ? അവിടെ ഇവിടെയൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നടത്തിപ്പോയി എന്നല്ലാതെ ഒരു സ്ഥിരം രാഷ്ട്രീയ പ്രവർത്തകനല്ലല്ലോ രമേശ് പിഷാരടി. അവിടെ BJP കടന്നുകൂടുകയാണെങ്കിൽ അതിൻ്റെ കുറ്റാരോപണങ്ങൾ, അതിൻ്റെ ബ്ലെയിം വരുന്നത് കോൺഗ്രസിന് നേരെയായിരിക്കും. ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിന് കോൺഗ്രസ് തയ്യാറാവുക എന്നുള്ളതാണ് സത്യത്തിൽ ചെയ്യേണ്ടത്. സ്വാഗതം ജോയിൻ്റെ സ്റ്റോറിയിലേക്ക്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഏറ്റവും വലിയ രാഷ്ട്രീയ പോരാട്ടങ്ങൾ കണ്ട മണ്ഡലങ്ങളിലൊന്നായിരുന്നു പാലക്കാട്. വലിയ മത്സരം. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിൽ BJP 2ാം സ്ഥാനത്തേക്ക് അവിടെ വന്നു. 2024 അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ വലിയ ശക്തമായ മത്സരം നടന്നു. അതിനു മുമ്പ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീധരനെ മത്സരിപ്പിച്ച ആ മണ്ഡലം പിടിച്ചെടുക്കാൻ BJP ശ്രമിച്ചു. ചെറിയ ഭൂരിപക്ഷത്തിനാണ് അന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന ഷാഫി പറമ്പിൽ അവിടെ നിന്ന് ജയിച്ചു കയറിയത്. വളരെ രാഷ്ട്രീയമായി ശക്തമായ പോരാട്ടം നടന്ന മണ്ഡലം. ഇക്കുറി ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ച രാഹുൽ മാങ്കൂട്ടത്തിലിനെ അവിടെ മത്സരിപ്പിക്കാൻ കോൺഗ്രസിന് സാധിക്കില്ല. വലിയ ആരോപണങ്ങൾ അദ്ദേഹത്തിന് മേലുണ്ട്. അദ്ദേഹം ഇപ്പോൾ പാർട്ടിക്ക് പുറത്തുമാണ്. അതുകൊണ്ട് രമേശ് പിഷാരടി എന്ന നടൻ, സംവിധായകൻ, കൊമേഡിയൻ എന്നീ നിലകളിൽ പ്രസിദ്ധനായ രമേശ് പിഷാരടിയെ മത്സരിപ്പിച്ച ആ മണ്ഡലം നിലനിർത്താൻ കോൺഗ്രസ് ശ്രമിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. 40 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ അംഗീകാരമായി എന്നും അതിലൊന്ന് പാലക്കാടാണ് എന്നും പാലക്കാട് രമേശ് പിഷാരടിയാണ് സ്ഥാനാർത്ഥി എന്നും വാർത്തകൾ വരുന്നു. ഇന്ന് ഏതാണ്ട് അത് സ്ഥിരീകരിക്കുന്ന വിധത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ വാർത്താസമ്മേളനം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ആ മണ്ഡലത്തിലേക്ക് പരിഗണിക്കുന്നുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അന്തിമ തീരുമാനമായിട്ടില്ല എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു. രമേശ് പിഷാരടിയെ ഉപയോഗിച്ചുകൊണ്ട് മണ്ഡലം നിലനിർത്താൻ കോൺഗ്രസിനും UDFനും സാധിക്കുമോ? ഇതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ഈ മൂവ് എങ്ങനെയാണ് ബഷീറിന് തോന്നുന്നത്? എനിക്കതിന് രാഷ്ട്രീയമായി ഏറ്റവും രാഷ്ട്രീയമായ മത്സരം കാഴ്ചവെക്കേണ്ട ഒരു സ്ഥലത്ത് അതിന് സന്നദ്ധമാകാതെ, അതിന് മാനസികമായി അതിന് തയ്യാറെടുക്കാതെ അതിൽ നിന്ന് പിൻവാങ്ങാനുള്ള പ്രവണതയായിട്ടാണ് കാണുന്നത്. യഥാർത്ഥത്തിൽ പാലക്കാട് മണ്ഡലം പോലെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള മറ്റൊരു മണ്ഡലമില്ല കേരളത്തിൽ. അല്ലെങ്കിൽ അപൂർവ മണ്ഡലങ്ങളേ ഉള്ളൂ അത്രയും വലിയ രാഷ്ട്രീയ പ്രാധാന്യം. ഏത് ഘട്ടത്തിലും ആ മണ്ഡലം ആർക്കു വേണമെങ്കിലും പിടിച്ചെടുക്കാവുന്ന സാഹചര്യമുള്ള മണ്ഡലമാണത്. BJP കഴിഞ്ഞ 3 തവണ രാജീവ് പറഞ്ഞതുപോലെ അവിടെ 2ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. അതിൽ 2 തവണ വളരെ ചെറിയ ഭൂരിപക്ഷത്തിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിച്ചത്. പക്ഷേ ഇപ്പോൾ വലിയ ഒരു വിവാദത്തിൻ്റെയും ഒരു ലൈംഗിക വിവാദത്തിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ നിൽക്കുകയാണ് ആ മണ്ഡലത്തിലെ നിലവിലുള്ള MLA രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുലിനെ പാർട്ടി പുറത്താക്കിയിട്ടുണ്ട്. പകരം മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്തി രാഷ്ട്രീയമായി നേരിട്ട് ആ മണ്ഡലം പിടിച്ചെടുക്കുക എന്നത് ആ മണ്ഡലത്തിലെ മാത്രം പ്രശ്നമല്ല. യഥാർത്ഥത്തിൽ അതൊരു രാഷ്ട്രീയ വെല്ലുവിളിയായി കോൺഗ്രസ് ഏറ്റെടുക്കേണ്ടതാണ്. പക്ഷെ അതിന് പകരം അത്തരത്തിലുള്ളൊരു ഉദ്യമത്തിന് പോകാതെ, അത്തരത്തിലുള്ളൊരു വെല്ലുവിളി ആയി അതിനെ എടുക്കാതെ കുറുക്കുവഴിയിൽ ഒരുപക്ഷെ തോറ്റാൽ അതിൻ്റെ ഉത്തരവാദിത്തം പാർട്ടിയിലേക്ക് വരാത്ത വിധത്തിൽ തോൽക്കാനുള്ള സാധ്യത കൂടി തുറന്നിട്ട് കൊണ്ടുള്ള ഒരു നീക്കം എന്നാണ് ഞാൻ അതിനെ കാണുന്നത്. രമേശ് പിഷാരടി രാജീവ് പറഞ്ഞതുപോലെ കൊമേഡിയനാണ്, വളരെ ജനപ്രിയനായ കലാകാരനാണ്, സിനിമ നടനാണ്. പലതരത്തിൽ രമേശിനെ മലയാളികൾക്കറിയാം. ചിലപ്പോഴൊക്കെ പൊതുകാര്യ പ്രസക്തിയുള്ള വിഷയങ്ങളിൽ ഒരു അഭിപ്രായം പറയുന്ന ആൾ കൂടിയാണ് രമേശ്. കോൺഗ്രസുമായി ആഭിമുഖ്യമുള്ള, കോൺഗ്രസിനോട് ചേർന്ന് പോകുന്ന പല ഘട്ടങ്ങളിലായി. കോൺഗ്രസിനോട് ചേർന്ന് പോകാൻ മാത്രമല്ല, 2021 അദ്ദേഹം കോൺഗ്രസിന് അംഗത്വം സ്വീകരിച്ചിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങിയിരുന്നു. രഹസ്യമായി പ്രചാരണത്തിനിറങ്ങുന്ന ഉമ്മൻചാണ്ടിയുടെ ഒക്കെ കൂടെ പല ഘട്ടങ്ങളിലായി പ്രചാരണത്തിനിറങ്ങിയിരുന്നു. ഞാൻ പറയുന്നത് കോൺഗ്രസ്സുകാരൻ തന്നെയാണ്, കലാരംഗത്തുള്ള ഒരു കോൺഗ്രസ്സുകാരൻ തന്നെയാണ്. പക്ഷേ ഒരു രാഷ്ട്രീയ മത്സരത്തിന് ഒരു മണ്ഡലം പാകപ്പെടുന്ന ഘട്ടത്തിൽ, അല്ലെങ്കിൽ വലിയൊരു രാഷ്ട്രീയ മത്സരം ഒരു മണ്ഡലം ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ അതിന് തയ്യാറാവാതെ മറ്റു വഴികൾ അന്വേഷിക്കുന്നത് ആ മുന്നണിയുടെ ഒരു രാഷ്ട്രീയ സന്നദ്ധതയെ കുറച്ച് കളയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും പക്ഷത്താണെങ്കിലും മറുപക്ഷത്താണെങ്കിലും അത് അങ്ങനെയാണ്. ഇപ്പോൾ രമേശ് പിഷാരടി സ്ഥാനാർത്ഥിയാവും എന്നുള്ളതിന് ഒരു സൂചനയായി എനിക്ക് അവസാനം തോന്നുന്നത് അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പോയി പ്രാർത്ഥിച്ചു എന്നുള്ള വാർത്തകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. അതായത് ഏതാണ്ട് സ്ഥാനാർത്ഥിത്വം അദ്ദേഹം ഉറപ്പിക്കുന്നു എന്ന് തന്നെ നമ്മൾ കരുതാം. പക്ഷെ അവിടെ വേറൊരു പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോൾ ഈ കുറെ കൂടെ ജനപ്രിയരാവുക, കുറെ കൂടെ
പുതിയ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആളുകളിലേക്ക് എത്താൻ ശ്രമിക്കുക. ഇപ്പോൾ റിയൽ രാഷ്ട്രീയത്തെക്കാൾ പ്രധാനപ്പെട്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരു തലമുറ വളർന്നു വന്നിട്ടുണ്ട്. കോൺഗ്രസിൽ നിന്ന് തന്നെ വലിയ വിമർശനം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഷാഫിയെക്കുറിച്ചും അല്ലെങ്കിൽ പിന്നീട് ആ മണ്ഡലത്തിലെ എം എൽ എ രാഹുലിനെ കുറിച്ചും ഒക്കെ ഈ റിയൽ രാഷ്ട്രീയമാണ് അവർ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു വിമർശനം അവിടെയുണ്ട്. ഷാഫിക്ക് പക്ഷേ മറ്റു രീതിയിലുള്ള സംഘടനാശേഷിയും മറ്റു രീതിയിലുള്ള സ്വാധീനങ്ങളും രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമുണ്ട്. അതിൻ്റെ തുടർച്ചയിലാണ് ഒരുപക്ഷെ ഷാഫി റിയൽ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. പക്ഷേ ഇപ്പോൾ അതിനുശേഷം വന്ന ആളുകൾ റിയൽ രാഷ്ട്രീയമാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു വിമർശനം കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെയുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് രമേഷ് പിഷാരടിയെ മത്സരിപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം നടനാണ്, സംവിധായകനാണ്, ആ നിലയ്ക്കുള്ളൊരു സ്വീകാര്യതയുണ്ട്, ജനങ്ങൾക്ക് വളരെ അറിയുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു പരിചയം, ഈ കൊമേഡിയൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം നേടിയെടുത്തിരിക്കുന്ന ഒരു സ്വീകാര്യത, ഇതൊക്കെ വോട്ടാക്കി മാറ്റാൻ പറ്റും എന്നൊരു പക്ഷേ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ടാവും. അതിൽ കോൺഗ്രസിനെ കുറ്റം പറയാൻ പറ്റുമോ? പിഷാരടിയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2021 കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം രാഷ്ട്രീയ അഭിപ്രായം പ്രകടിപ്പിച്ചപ്പോഴൊക്കെ കോൺഗ്രസുമായി ചേർന്ന് നിൽക്കുന്ന അഭിപ്രായങ്ങളാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. 2021 ധർമ്മജൻ ബോൾഗാട്ടി, അദ്ദേഹത്തിൻ്റെ കൂടെ പല പരിപാടികളിലും ഉണ്ടായിരുന്ന നടനും ഒക്കെയായ ധർമ്മജൻ ബോൾഗാട്ടി ഇവിടെ കോഴിക്കോട് ബാലുശ്ശേരിയിൽ മത്സരിച്ചപ്പോൾ അവിടെ പ്രചാരണത്തിന് അദ്ദേഹം ഉണ്ടായിരുന്നു. അതിനുശേഷമുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ അദ്ദേഹം പ്രചാരണത്തിനുണ്ടായിരുന്നു. കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രചാരണത്തിന് പലതവണ രമേഷ് പിഷാരടി വന്നിരുന്നു. അന്നൊക്കെ ഇവരൊക്കെ അടങ്ങുന്ന റീലുകൾ വലിയ തോതിൽ പോപ്പുലർ ആവുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ റീൽ രാഷ്ട്രീയം ഉപയോഗിച്ചെങ്കിൽ ജയിച്ചു കളയാം. പിഷാരടി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വളരെ ഒബ്വിയസ് ആയി തന്നെ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട് സമീപകാലത്ത്. കേരള രാഷ്ട്രീയത്തിൽ അതിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ എടുത്താൽ വളരെ വലിയ തലത്തിൽ ഒരു ബുദ്ധിജീവി തലത്തിലോ അല്ലെങ്കിൽ അക്കാഡമിഷ്യൻസ് എന്ന നിലയിലോ ന്യായാധിപന്മാർ എന്ന നിലയിലോ എഴുത്തുകാർ എന്ന നിലയിലോ ഒക്കെ ഉള്ള ആളുകളെയാണ് സജീവ രാഷ്ട്രീയത്തിന് പുറത്ത് മുന്നണികൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ വി ആർ കൃഷ്ണയ്യർ അല്ലെങ്കിൽ സുകുമാർ അഴീക്കോട്, സുബ്രഹ്മണ്യൻ പോറ്റി, എം കെ സാനുമാഷ്, ONV കുറുപ്പ്, നടൻ മുരളി, ഈ തരത്തിൽ സ്റ്റാൾവാർട്സുകളായ ആളുകളെയാണ് യഥാർത്ഥത്തിൽ പിന്നെ സജീവ രാഷ്ട്രീയത്തിന് പുറത്തു നിന്ന് കൊണ്ടുവന്നത്. ആ ഒരു ശ്രേണിയിലേക്ക് എത്തുന്ന ഒരാളാണ് എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ ആയിരിക്കെ തന്നെ ഇവർ ഈ പറഞ്ഞതിൽ ONV കുറുപ്പ് പരാജയപ്പെട്ടു, അതുപോലെ സുബ്രഹ്മണ്യൻ പോറ്റി പരാജയപ്പെട്ടു, മുരളി പരാജയപ്പെട്ടു. ഇവരൊക്കെ ഇലക്ഷൻ ഫൈറ്റിൽ പരാജയപ്പെട്ട ആളുകളാണ്. അഴീക്കോടും പരാജയപ്പെട്ടല്ലേ? അഴീക്കോട് ഒരു തവണ പരാജയപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെ, അഴീക്കോടും പരാജയപ്പെട്ട SK പൊറ്റക്കാടിനോട് അഴീക്കോട് പരാജയപ്പെട്ടതാണ്. പക്ഷേ ഇപ്പുറത്ത് ജയിച്ചു വന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഇന്നസെൻ്റ് ചാലക്കുടിയിൽ മത്സരിച്ച് ജയിച്ചു വന്നാണ്. KB ഗണേഷ് കുമാറിന് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ഒരു രാഷ്ട്രീയ പാരമ്പര്യം ഉണ്ട് എന്ന് വിചാരിക്കുക. പക്ഷേ അദ്ദേഹം ആക്റ്റീവ് പൊളിറ്റിക്സിൽ ഇല്ലാതിരുന്നൊരു കാലത്താണ് അദ്ദേഹം മത്സരിച്ച് പത്തനാപുരത്ത് നിന്ന് ജയിച്ചു വരുന്നത്. അതുപോലെ നോക്കിക്കഴിഞ്ഞാൽ മറ്റു പലരും ഉണ്ട്. ഇപ്പോൾ രാമു കാര്യാട്ട് 1965 മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. ആ നിയമസഭ ചേർന്നില്ല എന്നുള്ളതുള്ളൂ. പക്ഷേ അങ്ങനെ പലരും മത്സരിച്ച് ജയിച്ചിട്ടുണ്ട് ആ മേഖലയിൽ നിന്ന്. തോറ്റവരുണ്ട്. ഇപ്പോൾ ലലിൻ രാജേന്ദ്രൻ മത്സരിച്ച് തോറ്റതാണ്. അതുപോലെ ജഗദീഷ് മത്സരിച്ച് തോറ്റതാണ്. അപ്പോൾ അങ്ങനെ തോറ്റവരുണ്ട്, ജയിച്ചവരുണ്ട്. അപ്പോൾ കേരളം അങ്ങനെ സ്വീകരിക്കാതിരുന്നിട്ടില്ല ഈ പറയുന്ന ആളുകളെ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയേണ്ടി വരും. ഇന്നസെൻ്റ് ഒരു തവണ ജയിച്ചു, പിറ്റേ തവണ പരാജയപ്പെട്ടു. ഇന്നസെൻറ്റിന് ഈ പറയുന്ന വിധത്തിലുള്ളൊരു വലിയ രാഷ്ട്രീയ പ്രവർത്തന പരിചയമുണ്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇതിലൊരു പ്രശ്നം, ഇന്ത്യയിലെ പല നിയമസഭകൾക്കും അതിൻ്റെ അപ്പർ ഹൗസ് ഉണ്ട്. കേരളത്തിൽ സിംഗിൾ ഹൗസ് മാത്രമാണല്ലോ ഉള്ളത്. ഇപ്പോൾ രാജ്യസഭ പോലെ അപ്പർ ഹൗസ് ഉള്ള നിയമസഭകളുണ്ട്. കലാകാരന്മാരെയും നോമിനേഷനും ഒക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്ന അപ്പർ ഹൗസ് യഥാർത്ഥത്തിൽ ഉപരിസഭ ഉള്ളതാണ്. ഇവിടെ സിംഗിൾ സഭയാണ് എന്നതിൻ്റെ പ്രശ്നം കൂടിയുണ്ട്. ഒരു കലാരംഗത്തു നിന്നുള്ള ഒരാളെ, എഴുത്തുകാരനെ ഒക്കെ അക്കോമഡേറ്റ് ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ മത്സരിച്ച് ജയിക്കുക എന്ന ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അതേസമയം ഞാൻ പറയാൻ ശ്രമിക്കുന്ന കാര്യം അതല്ല. പാലക്കാട് മണ്ഡലം സവിശേഷമായൊരു രാഷ്ട്രീയ പ്രതിസന്ധി നേരിടുന്ന മണ്ഡലമാണ്. രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എന്നതല്ല. അതിനപ്പുറത്ത് കഴിഞ്ഞ ഒരു 3 തെരഞ്ഞെടുപ്പെങ്കിലുമായി അവിടെ ഒരു ട്രയാങ്കുലർ മത്സരം നടക്കുന്നു. BJPയും കോൺഗ്രസും CPIM തമ്മിൽ. അതിൽ കഴിഞ്ഞ 3 മത്സരത്തിലും CPIM 3-ാം സ്ഥാനത്താണുള്ളത്. 2-ാം സ്ഥാനത്തുള്ളത് NDA സഖ്യമാണ്. കോൺഗ്രസും BJPയും തമ്മിലുള്ള ഒരംഗത്തിൽ BJP കടന്നു വരാൻ സാഹചര്യം ഒരുക്കാതിരിക്കുക എന്നത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ഉത്തരവാദിത്തമാണ്. അതിൽ ഈ സ്ഥാനാർത്ഥിത്വം ഗുണം ചെയ്യുമോ എന്നതാണ്. എനിക്ക് അക്കാര്യത്തിൽ സംശയമുണ്ട്. ഒന്ന്, കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും ഒരു പ്രവർത്തന രീതി എന്നത് ഇൻറ്റേർണലി അത് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് വോട്ടായി പരിണമിക്കില്ല. പുറത്തുനിന്ന് വരുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി അത്ര ആവേശത്തോടു കൂടി കോൺഗ്രസ്സുകാർ വർക്ക് ചെയ്യുമെന്ന് എനിക്കത് തോന്നുന്നില്ല. എന്തുകൊണ്ടോ
അതല്ല അതിൻ്റെ ഒരു രീതി. വളരെ ചെറിയ വ്യത്യാസമാണ് യഥാർത്ഥത്തിൽ അവിടെ പോളിംഗ് മീൻസ് വോട്ട് ഷെയറിലുള്ളത്. BJPയുടെ വോട്ട് ഷെയർ വളരെ ഡ്രമാറ്റിക് ആയിട്ട് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം ഈ മണ്ഡലത്തിൽ കാണാം. 2011 മുതൽ ഒരുപക്ഷെ ആ നിലയിൽ BJPയുടെ വോട്ട് ഷെയർ അവിടെ വർദ്ധിച്ചു വരുന്നത് കാണാം. 2011, 2016, ക്ഷമിക്കണം, 2016, 2011 19.8%, 8.6%. 2016 ആകുമ്പോൾ അത് 29 ആകുന്നു. 2021 35%, 35.34. അതിനുശേഷം 24 എത്തുമ്പോൾ അത് കുറയാണ് ചെയ്തത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 28.63%. എന്നിട്ടും രണ്ടാം സ്ഥാനത്ത് തുടരുകയാണ്. ഇങ്ങനെ ഉള്ള ഒരു മണ്ഡലത്തിൽ BJP അതിൻ്റെ വളർച്ചയുടെ വലിയ ഘട്ടങ്ങൾ പിന്നിട്ട ഒരു മണ്ഡലത്തിൽ ഒരു ചെറിയ വ്യത്യാസത്തിൽ വിജയിച്ച് കയറാൻ സാധ്യതയുണ്ട് എന്ന് കരുതപ്പെടുന്ന ഒരു മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രനെ പോലെ ഒരാളെ ഒരുപക്ഷെ സ്ഥാനാർത്ഥിയാക്കിയേക്കാമെന്ന് പരിഗണിക്കപ്പെടുന്ന ഒരു മണ്ഡലത്തിൽ ഇത്തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിത്വം ഗുണം ചെയ്യുമോ എന്ന് ചോദിച്ചാൽ അതൊരു ഷുവർ ബെറ്റ് അല്ല എന്ന കാര്യം എനിക്കത് തോന്നുന്നത് കോൺഗ്രസ് ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിന് അവിടെ തയ്യാറാകുന്നില്ല എന്നുള്ള തോന്നലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. രമേശ് പിഷാരടിയുടെ ഒരു സ്ഥാനാർത്ഥിത്വം അവിടെ പരിഗണിക്കപ്പെടുമ്പോൾ എനിക്ക് തോന്നുന്നു യഥാർത്ഥത്തിൽ അവിടെ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റാണ് കോൺഗ്രസ് നടത്തേണ്ടത് പല കാരണങ്ങളാൽ. ഒന്ന്, അവരുടെ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച MLA ആയി ഇപ്പോഴും നിൽക്കുന്ന വ്യക്തി പലവിധ ആരോപണങ്ങൾ, ലൈംഗിക ആരോപണങ്ങളിൽ ഉൾപ്പെട്ട് പാർട്ടി പുറത്താക്കേണ്ടി വരുന്നു. അപ്പോൾ അതൊരു വെല്ലുവിളിയായിട്ട് കോൺഗ്രസിന് മുമ്പിലുണ്ട്. മറ്റൊന്ന്, BJP ഉയർത്തുന്ന വെല്ലുവിളിയുണ്ട്. പാലക്കാടിൻ്റെ സമീപകാല ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ തവണ വിജയിച്ചിരിക്കുന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിന് അടിത്തറയുള്ള മണ്ഡലമാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ BJPയുടെ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് നടത്താൻ എന്തുകൊണ്ടും സാധ്യതയുള്ള ഒരു പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസും UDFും ആണ്. പിന്നെ അവിടെ വലിയ തോതിലുള്ളൊരു മൈനോറിറ്റി പോപ്പുലേഷനുണ്ട്. ആ പോപ്പുലേഷൻ്റെ വലിയ പിന്തുണ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ എൻ ബ്ലോക്കായിട്ട് കോൺഗ്രസിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നിലനിർത്തുക, അതിന് പാകത്തിലുള്ളൊരു പൊളിറ്റിക്കൽ ഫൈറ്റ് പാലക്കാട് നടത്തുക എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും ഉചിതം എനിക്ക് തോന്നുന്നു. അതുപോലെ രമേശ് പിഷാരടിയെ നിർത്തുമ്പോൾ ഒരു പക്ഷേ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ടാവുക കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ സംഭവിച്ചതുപോലെ ഈ മൈനോറിറ്റി വോട്ട് BJPയെ പ്രതിരോധിക്കാൻ വേണ്ടി എൻ ബ്ലോക്കായി UDFിലേക്കും കോൺഗ്രസിലേക്കും വരും. കാരണം CPM അവിടെ അല്ലെങ്കിൽ LDF അവിടെ 3-ാം സ്ഥാനത്താണ്. അതുകൊണ്ട് ആ വോട്ട് നിശ്ചയമായും തങ്ങളിലേക്ക് വരും. പിന്നെ പിഷാരടി പോലെയുള്ള ഈ എന്താ പറയുക ജാതിനാമം കൂടി ചേരുന്ന പേരായതുകൊണ്ട് പാലക്കാട്ടെ സവിശേഷമായ സവർണ വോട്ടുകൾ വലിയ തോതിൽ അട്രാക്ട് ചെയ്യാൻ പറ്റും. ഈ കാൽക്കുലേഷൻ ആയിരിക്കും കോൺഗ്രസിന് ആ മണ്ഡലത്തിൽ രമേശ് പിഷാരടിയെ സജസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് അല്ല നടത്തുന്നത് എങ്കിൽ ഈ കാൽക്കുലേഷനൊക്കെ പരാജയപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. 4 മണ്ഡലങ്ങളാണ് കേരളത്തിൽ BJP MLA സ്ഥാനം നേടാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളായി ഞാൻ കാണുന്നത്. നേമം, വട്ടിയൂർക്കാവ്, കാസർഗോഡ്, മഞ്ചേശ്വരം, പാലക്കാട്. ഇതിൽ ഈ 4 മണ്ഡലങ്ങളിൽ മഞ്ചേശ്വരത്തിൻ്റെ കാര്യം മാറ്റിവെച്ചാൽ ബാക്കി 3 സ്ഥലത്തും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആരാണ് എന്നതിനെ ആശ്രയിച്ചായിരിക്കും റിസൾട്ട് തീരുമാനിക്കപ്പെടുക. വട്ടിയൂർക്കാവിലും നേമത്തും അതങ്ങനെയാണ്. അവിടെ ഒരുപക്ഷെ 2-ാം സ്ഥാനത്തോ 3-ാം സ്ഥാനത്തോ ആയിരിക്കാം കോൺഗ്രസ്. പക്ഷേ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആരാണ് എന്നതിനെ ആശ്രയിച്ചാണ് അവിടുത്തെ റിസൾട്ട് തീരുമാനിക്കപ്പെടുക. പാലക്കാടിൻ്റെ കാര്യത്തിൽ 1-ാം സ്ഥാനത്തേക്ക് തന്നെ വരാൻ സാധ്യതയുള്ള പാർട്ടി അല്ലെങ്കിൽ വന്നിട്ടുള്ള പാർട്ടിയാണ്. ഈ 3 മണ്ഡലങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് രാഷ്ട്രീയമായ പരിഗണനകൾ വെച്ചല്ലെങ്കിൽ ആ മണ്ഡലത്തിനപ്പുറത്തുള്ള വോട്ടിനെ കൂടി പരിഗണിച്ചത് ചെയ്യുന്നില്ലെങ്കിൽ വലിയ തിരിച്ചടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ ബ്ലെയിം ഏതെങ്കിലും ഒരു കാരണവശാൽ അവിടെ BJP കടന്നുകൂടുകയാണെങ്കിൽ അതിൻ്റെ കുറ്റാരോപണങ്ങൾ, അതിൻ്റെ ബ്ലെയിം വരുന്നത് കോൺഗ്രസിന് നേരെയായിരിക്കും. ഇത് ഇപ്പോൾ BJP കടന്നുകൂടുകയാണെങ്കിൽ എന്ന് മാത്രമല്ല, ഇത് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് പ്രചരണ ഘട്ടത്തിലേക്ക് പോകുമ്പോൾ തന്നെ കോൺഗ്രസിനും UDFിനും ഈ പഴി കേൾക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ സ്വന്തം പാർട്ടിയുടെ റാങ്ക് ആൻഡ് ഫയലിലുള്ള ഒരു ഹൈ പ്രൊഫൈൽ കാൻഡിഡേറ്റിനെ മത്സരിപ്പിക്കാതെ പുറമേ നിന്ന് ജനപ്രീതി മാത്രം നോക്കി അല്ലെങ്കിൽ മുഖപരിചയം മാത്രം നോക്കി 2021 മാത്രം കോൺഗ്രസിലേക്ക് എത്തിയ അവിടെ ഇവിടെയൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നടത്തിപ്പോയി എന്നല്ലാതെ ഒരു സ്ഥിരം രാഷ്ട്രീയ പ്രവർത്തകനല്ലല്ലോ രമേശ് പിഷാരടി. അപ്പോൾ അങ്ങനെ ഒരാളെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുമ്പോൾ ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചുകൊണ്ട് BJPക്ക് സഹായം ചെയ്യുന്ന പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്ന ആക്ഷേപം ഒരുപക്ഷെ പ്രചരണ ഘട്ടത്തിൽ തന്നെ കോൺഗ്രസും UDFും നേരിടേണ്ടി വരും. ഇതിന് സമാനമായി വട്ടിയൂർക്കാവിലെയും നേമത്തെയും കാര്യം ഇപ്പോൾ ബഷീർ സൂചിപ്പിച്ചു. അവിടെയും താരതമ്യേന ദുർബലരായ സ്ഥാനാർത്ഥികളാണ് മത്സരിപ്പിക്കപ്പെടുന്നതെങ്കിൽ അതൊരു പക്ഷേ ആക്സിഡൻ്റലായി സംഭവിക്കുന്നതായിരിക്കാം, പല പരിഗണനകളിൽ വെച്ച് വളരെ ആക്സിഡൻ്റലായി സംഭവിക്കുന്നതായിരിക്കാം. അങ്ങനെ കൂടി സംഭവിച്ചാൽ കേരളത്തിൽ ഉടനീളം
BJPയെ സഹായിക്കാൻ വേണ്ടി 3 മണ്ഡലങ്ങളിൽ ദുർബലരായ സ്ഥാനാർത്ഥികൾ, അല്ലെങ്കിൽ പാലക്കാട് ദുർബലനായ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചിരിക്കുന്നു എന്ന പേരുദോഷം അറിഞ്ഞോ അറിയാതെയോ കോൺഗ്രസും UDFും കേൾക്കേണ്ടി വരും. അത് പ്രചരണ രംഗത്ത് പോലും അവർക്ക് വലിയ തിരിച്ചടിയാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ മറ്റൊരു സിനാരിയോ സംശയിക്കുന്നത്, രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ട് സ്വതന്ത്രനായി മത്സരിക്കുന്നു എന്ന് കരുതുക. അത്തരമൊരു സിനാരിയോയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി തോൽക്കുന്നത് ഒഴിവാക്കാൻ, കോൺഗ്രസിൻ്റെ ഡയറക്റ്റായ ഒരു നേതാവ് തോൽക്കുന്നത് ഒഴിവാക്കാൻ എടുക്കുന്നൊരു വിദ്യയാണോ ഇത്? രാഹുൽ അവിടെ സ്വതന്ത്രനായി എത്തും എന്ന് കോൺഗ്രസ് ഭയപ്പെടുന്നുണ്ടോ? എനിക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. അതിനുള്ള സാധ്യത കുറവാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പാലക്കാട് പോലൊരു മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അങ്ങനെ ഒരു വലിയ സ്വാധീനമൊന്നും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ ഷാഫി അവിടെ വ്യക്തിപരമായി 2011 മുതൽ മത്സരിച്ച് 2021 മത്സരിച്ച് ജയിക്കുമ്പോൾ പോലും ഷാഫി അതിനുശേഷം വ്യക്തിപരമായൊരു സ്വാധീനം ആ മണ്ഡലത്തിൽ ഉണ്ടാക്കിയിരുന്നു. അതായത് BJPക്ക് സ്വാധീനമുള്ള വോട്ടർമാർക്കിടയിൽ പോലും ഷാഫി പറമ്പിൽ വ്യക്തിപരമായൊരു സ്വാധീനം ഉണ്ടാക്കിയിരിക്കുന്നു. ആ സ്വാധീനത്തിൻ്റെ ബലത്തിലാണ്, കാരണം യഥാർത്ഥത്തിൽ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുമ്പോൾ അത് ഷാഫിയുടെ കാൻഡിഡേറ്റ് ആയിട്ടാണ് രാഹുൽ മത്സരിച്ചത്. ആ പ്രചരണത്തിന് മുഴുവൻ നേതൃത്വം നൽകിയത് ഷാഫിയാണ്. ഷാഫി തന്നെ മത്സരിക്കുന്നു എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കിയിട്ടാണ് ഷാഫി സത്യം പറഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിപ്പിക്കുന്നത്. ഏതാണ്ട് ഇത്തവണയും അതേ മാതൃകയിൽ ജയിക്കാൻ കഴിയും എന്നവർ പ്രതീക്ഷിക്കുന്നുണ്ടാവും. പക്ഷേ അവിടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണവും രാഹുൽ മാങ്കൂട്ടം പുറത്തു പോകേണ്ടി വന്ന സാഹചര്യവും ഇനി ഒരിക്കൽ കൂടി ഷാഫി തന്നെ വന്ന് പ്രചരണത്തിന് നേതൃത്വം നൽകിയാലും എന്താ പറയുക, കഴിഞ്ഞ തവണ ഉണ്ടായതുപോലെ ഫലിക്കണം എന്നില്ല. ആ പ്രശ്നം അവിടെയുണ്ട്. അതുകൊണ്ട് രാഹുലിന് വലിയ തോതിലുള്ള വ്യക്തിപരമായ സ്വാധീനം ആ മണ്ഡലത്തിലുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അതുണ്ട്. രാഹുലുമായി ബന്ധപ്പെട്ട ഈ വിവാദങ്ങൾ വന്നപ്പോൾ ഒരു റിഫ്റ്റ് കോൺഗ്രസിനകത്ത്, അല്ലെങ്കിൽ പ്രത്യേകിച്ചും യൂത്ത് കോൺഗ്രസിനകത്ത്, അല്ലെങ്കിൽ അതിൻ്റെ യൂത്ത് കേഡേഴ്സിന്, അതിൻ്റെ വർക്കേഴ്സിനിടയിൽ ഒരു റിഫ്റ്റ് ഉണ്ടായിരുന്നു എന്ന കാര്യം വ്യക്തമാണ്. അതോടൊപ്പം ഷാഫി പോലും നേടാത്ത ഭൂരിപക്ഷമാണ് രാഹുൽ അവിടെ നേടിയത് എന്നുമുണ്ട്. അല്ല, ഷാഫി നേടാത്ത ഭൂരിപക്ഷം നേടി എന്ന് പറയുമ്പോൾ ഷാഫി ശ്രീധരനോട് മത്സരിച്ച് ജയിക്കുമ്പോൾ നേടിയ 3000 ചില്ലറ വോട്ടിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ വലിയ ഭൂരിപക്ഷം തന്നെയാണ്. കാരണം അത്രയും ടൈറ്റായിട്ടുള്ളൊരു മത്സരമായിരുന്നു. ഇതൊരു ഉപതെരഞ്ഞെടുപ്പാണ്. ആ ഉപതെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ സ്റ്റേക്ക് ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഹൈ പ്രൊഫൈൽ മത്സരം നടന്നു. പിന്നെ മാത്രമല്ല, എല്ലാ നേതാക്കളും കേന്ദ്രീകരിച്ച് പ്രചരണം നടത്തുമായിരുന്നു. എല്ലാ നേതാക്കൾക്കും ചുമതല കൊടുത്തിട്ടാണ് കോൺഗ്രസ് അവിടെ ആ മത്സരത്തെ മുന്നോട്ട് കൊണ്ടുപോയത്. ആ നിലയ്ക്ക് വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിരുന്നു. ഇത് 140 മണ്ഡലങ്ങളും മത്സരം നടക്കുമ്പോൾ അതുപോലെ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ കോൺഗ്രസിനോ UDFിനോ അവിടെ സാധിക്കില്ല. ആ ദൗർബല്യം അവിടെയുണ്ട്. അതേസമയം BJPയെ സംബന്ധിച്ച് അവരെ A ക്ലാസ് പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്ന ഒരു മണ്ഡലമായതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ ഫോക്കസ് ഒരു പക്ഷേ അവിടെ കൊടുക്കാൻ സാധിച്ചേക്കും. ഈ അപകടം അവിടെയുണ്ട്. ഇത് തിരിച്ചറിഞ്ഞ് ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിന് കോൺഗ്രസ് തയ്യാറാവുക എന്നുള്ളതാണ് സത്യത്തിൽ ചെയ്യേണ്ടത്. അതെന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, ഒരു പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തെ പോലെയുള്ള ആളുകളുടെ സ്വാധീനം കൂടിയാകാം ഈ കാൻഡിഡേച്ചറിന് പിന്നിലുള്ളത് എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും. പിൽക്കാലത്തൊരിക്കൽ ഈ മണ്ഡലം ഒന്ന് തിരിച്ചെടുക്കണം എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ തിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാൻഡിഡേറ്റായി രമേശ് പിഷാരടിയെ പ്രതിഷ്ഠിക്കുന്നതാണോ എന്ന് വരെ നമ്മൾ ഒരു പൊളിറ്റിക്കൽ ക്ലെയിം ഇല്ലാത്ത സ്ഥാനാർത്ഥി വേണമെങ്കിൽ ഒറ്റത്തവണത്തേക്കുള്ള ഒരു സ്ഥാനാർത്ഥി വേണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു തവണ കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രൊഫഷൻ ഉണ്ടല്ലോ, അദ്ദേഹം തന്നെ തിരഞ്ഞെടുത്ത, അദ്ദേഹം വളരെ തിരക്കിട്ട് ചെയ്യുന്ന, അദ്ദേഹം പ്രശസ്തനായിരിക്കുന്ന വേറൊരു പ്രൊഫഷൻ ഉണ്ട്. അതിലേക്ക് അദ്ദേഹത്തിന് മടങ്ങിപ്പോകാവുന്നതേ ഉള്ളൂ, യാതൊരു പ്രയാസവുമില്ലാതെ. അപ്പോൾ ഒരു സ്റ്റോപ്പ് ഗ്യാപ്പ് അറേഞ്ച്മെന്റ് എന്നുള്ള നിലയിൽ തൽക്കാലം രമേശ് പിഷാരടിയെ മത്സരിപ്പിക്കുക എന്നുള്ള തന്ത്രമാണോ? പിഷാരടി ഒരു പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയാകുമോ കോൺഗ്രസ്സുകാർക്ക്? രാഷ്ട്രീയത്തിന്, കോൺഗ്രസ് പാർട്ടിക്ക് പുറത്തുള്ള ഒരാൾ ഒരു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സുകാർക്ക് അങ്ങനെ പ്രിയപ്പെട്ട ഒരാളായി തീരാനുള്ള സാധ്യതയുണ്ടോ? എനിക്കത് അത്രത്തോളം തോന്നുന്നില്ല. ഇപ്പോൾ CPMനെ സംബന്ധിച്ചോ LDFനെ സംബന്ധിച്ചോ പുറമേ നിന്നുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അവരതിനോട് കാണിക്കുന്ന ഒരു വലിയ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അതുപോലൊരു കമ്മിറ്റ്മെൻ്റ് ഇവിടെ ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അതിനെ മറികടക്കാനുള്ള വഴി എന്ന് പറയുന്നത് ഇലക്ഷൻ ഫണ്ടിങ് എത്രത്തോളം ഗംഭീരമായി നടക്കും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. ഫണ്ടിങ് എത്രത്തോളം ഗംഭീരമായി നടക്കുന്നുണ്ടോ അതിനനുസരിച്ച് ഒരു പക്ഷേ സംവിധാനങ്ങൾ ഊർജ്ജസ്വലമാകും. പക്ഷേ അത് വോട്ടായി പരിണമിക്കണം എന്ന നിർബന്ധമില്ല രമേശ് പിഷാരടിയുടെ കാര്യത്തിൽ എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. രമേശ് പിഷാരടി തന്നെ പാലക്കാട് സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ അതൊരു സ്റ്റോപ്പ് ഗ്യാപ്പ് അറേഞ്ച്മെൻ്റായി തീരുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണാം. എന്തായാലും രാഷ്ട്രീയ മത്സരം നടക്കുന്ന ഒരു മണ്ഡലത്തിൽ സ്വന്തം പാർട്ടിയിലെ ഉയർന്ന പദവിയിലിരിക്കുന്ന അല്ലെങ്കിൽ ഉയർന്ന സ്ഥാനങ്ങൾ വഹിക്കുന്ന പ്രധാനപ്പെട്ട ഒരു നേതാവിനെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് ആലോചിക്കുന്നില്ല എന്നത് വലിയൊരു പരാജയമായി, ആ പാർട്ടിക്ക് തന്നെയുള്ള വലിയൊരു പരാജയമായി ഈ ഘട്ടത്തിൽ നമ്മൾ കാണേണ്ടി വരും. ജോയിൻ്റെ സ്റ്റോറിയുടെ ഈ എപ്പിസോഡിലൂടെ പൂർത്തിയാവുന്നു. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.